ദുഷിച്ചു പോയാൽ പിന്നെ ഏകാന്തവാസമാണ് നല്ലത്. ഇത് മഖ്ദൂം നമ്മുടെ വല്യപ്പ മഖ്ദൂം പറഞ്ഞാണ് റളിയല്ലാഹു അൻഹു. ഇതാ പ്രശ്നം. ഇതെല്ലാം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വിമർശനമല്ല. ഇതൊക്കെ ഇവിടെ നിലനിൽക്കണം, നശിപ്പിക്കരുത്, നിലനിൽക്കണം. നിങ്ങൾ മനസ്സിലാക്കിക്കോളി, ഞാനിത് നിലനിൽക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. ഞാനിവിടെ ഖാദി ഫൗണ്ടേഷനെ വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു നഷ്ടമല്ല. എന്തേ വിമർശിച്ച്? അത് സമസ്തയുടെ കെട്ടുറപ്പിനെ തകർക്കുമെന്ന ഭയം കൊണ്ട് മാത്രമാണ്. അതെന്തിനാ സമസ്തക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിന്? എൻ്റെ കുട്ടികൾ, എനിക്ക് ചെറിയ മക്കളാണ്, അവർക്കൊക്കെ പെണ്ണെട്ടിയ പിന്നെയും കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികൾ വന്ന് നമ്മൾ തലമുറ നിലനിൽക്കണം ഖിയാമത്ത് നാൾ വരെ. അതിനിവിടെ സംരക്ഷിക്കാൻ ഒരു പാർട്ടിയുള്ളൂ. അതെന്താണ്? അതാണ് ബഹുമാനപ്പെട്ട സമസ്ത ജമാഅത്തുൽ ഉലമ. അതിവിടെ നിൽക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സമസ്ത അതിൻ്റെ വിശുദ്ധിയിൽ ഖിയാമത്ത് നാൾ വരെ മലബാറിലൊരു ആപത്തില്ലാതെ, മലബാറിലൊരു തകർച്ചയില്ലാതെ ഞാൻ എല്ലാ മാസവും, നിങ്ങൾക്കറിയാലോ, എല്ലാ മാസവും ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട തമീമുൽ അൻസാരി തങ്ങളുടെ അടുത്ത് പോകും. മാസത്തിൻ്റെ തുടക്കം പ്രധാനമായി ദുആ, ഞങ്ങളെ സമസ്തക്കൊന്നും പറ്റരുത് പഠിച്ചോനാ. ദുആയിൽ കൂടുന്നതല്ലേ നിങ്ങൾ? പക്ഷേ ഞങ്ങളെ സമസ്തക്കൊന്നും പറ്റരുത്, അതിനൊരു ആപത്തും വരരുത്, അതിൻ്റെ ശത്രു പരാജയപ്പെടണം, അത് സുന്നത്യമായിട്ട് പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധിയിൽ നിലനിൽക്കണം. നമ്മളെ സയ്യിദന്മാർക്കൊരു ആപത്തും വരരുത് എന്ന് ഇതിനു വേണ്ടി. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വരട്ടെ, ഒരാൾ പറയട്ടെ, അതിൻ്റെ അപ്പുറത്തേക്ക് പോട്ടെ. ചിന്തിക്ക്. ഞാൻ വഹാബികളെ വിമർശിച്ച് കഠിനമായി പ്രസംഗിക്കാനുള്ള കാരണം എന്താ? നമ്മുടെ നേതാക്കന്മാരെ വളരെ മോശമായി സോഷ്യൽ മീഡിയയിൽ അവരിട്ട് അലക്കിയപ്പോൾ അവരെ നിലക്ക് നിർത്തൽ ആവശ്യമായി വന്നു. നിലക്ക് അവർ നിന്നും ചെയ്തു. ആ പ്രസംഗം ഇന്ന് അവർക്ക് പേടിയാണ്. എന്തുകൊണ്ട്? അവരെ തനി നിറം വെളിച്ചത്താക്കണി. നേതാക്കന്മാരെ വിളിച്ചു പറഞ്ഞു. ഞാൻ വഹാബി നേതാക്കന്മാരെ കേരളത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ തനി നിറം ഞാൻ പറയേണ്ടി വരും, മര്യാദക്കുണ്ടോളൂ, ഞങ്ങൾ നേതാക്കന്മാരെ അലക്കരുത്. ശരിയും തെറ്റും ആർക്കും സംഭവിക്കും. ഞങ്ങൾ നേതാക്കന്മാരെ, ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാരെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അലക്കിയാൽ നിങ്ങളെ ഞാൻ കൈകാര്യം ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട വഹാബി നേതാക്കളോട് കേരളത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നേതാക്കന്മാരൊക്കെ ഒരു അടി നിങ്ങൾ മുന്നോട്ട് വെച്ചാൽ നിങ്ങളെ തനിനിറ ഞാൻ പുറത്താക്കും. പുറത്താക്കി തന്നെയാണത്. അതിനെ മറികടക്കാൻ അവർക്ക് ലോകാവസാനം വരെ കഴിയില്ല. എന്തുകൊണ്ട്? അവർ ക്രൂരന്മാരാണെന്ന് അവർക്ക് ദീനില്ല എന്ന് മനസ്സിലായി. വഹാബികൾക്ക് എന്ത് ദീന്? 82 സൂറത്തിറങ്ങിയ പരിശുദ്ധ ഖുർആൻ, 82 ഖുർആന്റെ സൂറത്തിറങ്ങിയ പരിശുദ്ധമായ മുസ്തഫ റസൂലുള്ളാഹി ഈ ഭൂമിയിലൊരു സ്വർഗ്ഗണ്ട്, അതിൻ്റെ മേലല്ലേ അത്? 82 സൂറത്തിറങ്ങിയ ആ പരിശുദ്ധമായ വീടിനെ അവർ കക്കൂസാക്കിയിട്ടുണ്ട്. ഇന്നും അതിനൊരു എതിർവാക്ക് പറയാൻ ഒരാൺകുട്ടി കഴിഞ്ഞിട്ടില്ല. ഒരാൾ പറഞ്ഞിട്ടില്ല, പറയാൻ കഴിയില്ല. 82 സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ 114 സൂറത്താണ്. അതിൽ 82 സൂറത്തിറങ്ങിയ വീട് ഇന്നും കക്കൂസ. അത് വഹാബിക്ക് എന്ത് ദീന്? അതേ വഹാബിൻ്റെ ബാക്കിയാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പരിശുദ്ധ പതാകയും പൊച്ച് നിക്കറും ബ്രായിട്ട് ചാടിക്കളിക്കണം. ഇവർക്ക് എന്ത് ദീന്? അവർക്ക് നാട്യം മാത്രമാണ്, നാട്യം. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ കുടുംബത്തിലൊരു വഹാബിയുണ്ട്, അവർ ഞങ്ങളെ കുടുംബയോഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് എണീറ്റിട്ട് ജമാഅത്തെ പറഞ്ഞ് പോയോ. കുടുംബയോഗം കഴിഞ്ഞിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് നിസ്കരിച്ചാൽ മതി. കുടുംബത്തിലെ യോഗം കൂടിയല്ലേ? എന്തുകൊണ്ട്? നാടകമാണ്. എന്തിന്? ഞാൻ വഹാബി ആയതുകൊണ്ടാണ് എനിക്ക് നിസ്കാരത്തിൽ ഇത്ര ശ്രദ്ധ എന്ന് വരുത്തി തീർക്കാണ്. വഹാബികൾ മാത്രമുള്ള നാടുകളാണ് ഏറ്റവും വലിയ കള്ളുടി നാടുകൾ കേരളത്തിൽ. അവിടെ ഒരു പ്രശ്നമില്ല. എനിക്കറിയാം, ഒരു സുന്നി മഹലിലുള്ളതിനേക്കാളും കള്ളുടിയന്മാരാണ് വഹാബി മഹലിലുള്ളത് കേരളത്തിൽ. എന്തുകൊണ്ട്? അവിടെ അവരൊറ്റക്കേ ഉള്ളൂ. മറ്റൊരു നാടകമാണ്. ഇതൊക്കെ നാട്യാണ്. എന്തിനാണ് ഈ നാട്യം കാണിക്കണത്? ജനങ്ങളെ അവരിലേക്ക് ആകർഷിക്കാൻ. അപ്പൊ നമ്മളെ നേതാക്കന്മാർ നിസാരമായി കഴിഞ്ഞാൽ നമ്മൾ നേതാക്കളെ തെറ്റി ഇവരെന്നെ ചൂണ്ടിക്കളിച്ചു കൊടുക്കും. ഇതപ്പം നിങ്ങളെ തങ്ങന്മാർ,
എൻ്റെ ഇല്ലേ പറയണ്ടോ ഇല്ലേ? ഒരു സുന്നി അത് മറച്ചു പിടിക്കും. ആരാ കാണിക്കുക? ഇതാ പങ്ങളെ നേതാക്കന്മാർ, ഇവിടെ പങ്ങളെ തങ്ങന്മാർ കണ്ടില്ലേ ഇത്? ഓൻ അതിൻ്റെ സ്വന്തം പാർട്ടിയാവും. ഓൻ കോണിക്ക് വോട്ട് ചെയ്യുന്ന ആളോ, പക്ഷെ വഹാബിയാവും. ഓൻ ഒറ്റക്ക് സ്വകാര്യതയിൽ മറ്റൊരു സുന്നിക്ക് എന്ത് കാണിച്ചു കൊടുക്കും? നമ്മളിപ്പോൾ എന്ത് എല്ലാ സലാമ ഞങ്ങൾ പിന്നെ ഞങ്ങൾ പാർട്ടി ഒന്നായതുകൊണ്ട് ഉണ്ടാക്കണം. ഇതാ പങ്ങളെ നേതാക്കന്മാർ. അപ്പൊ നമ്മൾ അതുകൊണ്ടും പ്രചരിപ്പിക്കും. എന്ത് പ്രചരിപ്പിക്കും? വഹാബിയത്ത് പ്രചരിപ്പിക്കും. മനസ്സിലുണ്ട്? അതുകൊണ്ട് അവർ വഹാബിയത്തെ പ്രചരിപ്പിക്കുക. അപ്പൊ അത് നമ്മളെ നേതാക്കന്മാർ നല്ലവരാകണം. സമൂഹം കാണുന്ന തെറ്റ് അവരുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. സ്വകാര്യതയിൽ മനുഷ്യന്മാർക്കൊക്കെ അബദ്ധം ഉണ്ടായേക്കാം. അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ. അതവിടെ പറഞ്ഞതിൽ പ്രശ്നം. നിങ്ങളാരും വിമർശിക്കണം, നിങ്ങളാരും പറഞ്ഞതിന് നിങ്ങൾ ബേജാറാകും വേണ്ട. ഞാൻ അതേ പറഞ്ഞിട്ടുള്ളൂ, അതേ പറയുള്ളൂ. സുന്നി മക്കൾ, സുന്നി യുവാക്കൾ, നല്ല എഡ്യൂക്കേറ്റഡ് ആയ യുവാക്കൾ സുന്നി പെൺകുട്ടിയെ കിട്ടു, സുന്നിയായ ബാപ്പാന്റെ മകളെ കിട്ടു എന്ന് വാശി പിടിച്ച് ജീവിക്കുക. അതേ സമയത്ത് ഈ നിഷ്കർഷത നിങ്ങൾക്കില്ലാതിരിക്കുക. അത് വിളയാട്ടാണ്. എന്തുകൊണ്ടാണ് വിളയാട്ടം? നിങ്ങളെ വിമർശിക്കാൻ ഇവിടെ ആരുമില്ല എന്ന നിങ്ങളുടെ ധാരണ. അത് നിർത്തിക്കളി. ഇത്രയേ ഉള്ളൂ. എനിക്ക് നിന്റെ കയ്യിൽ സ്കഡ് മിസൈലുണ്ട്, നിങ്ങൾ എന്ത് കുരുത്തക്കടലും എൻ്റെ മേലേക്ക് കയറൂല. എനിക്ക് സ്കഡ് മിസൈലുണ്ട്. ഞാൻ സ്കഡ് മിസൈലൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ഇതിന് തുടങ്ങിയത്. നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളു പറയും റഹ്മത്ത് നല്ലവനാണ്. എനിക്കിതിൽ ഒരു ലാഭമില്ല, ഒരാവശ്യമില്ല, ഒന്നുമില്ല. ഞാൻ എന്തിനു വിമർശിക്കുന്നത്? അതുകൊണ്ട് സമൂഹത്തിൽ നിങ്ങൾ പറഞ്ഞോളി. ഞാൻ പറഞ്ഞൊക്കെ 100% തെറ്റാ. 100% ഞാൻ ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ ഈ തെറ്റിനെ ഞാൻ വിമർശിച്ച് പറഞ്ഞതാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. വളരെ വലിയ യാഥാർത്ഥ്യങ്ങളാണ്. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു തിന്മയെ തൊട്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മളെ ഉമ്മത്ത് നേരായ വഴിക്ക് പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. നേതാക്കന്മാർ, ഉലമാക്കൾ, സയ്യിദന്മാർ അവരൊക്കെ നേരായ വഴിക്കാകാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അവർ നേതാക്കന്മാരാണ് താനും. ചില കാര്യങ്ങളെ പറഞ്ഞു എന്നുള്ളൂ, അതിനർത്ഥം നേതാക്കന്മാരല്ല എന്നല്ല. അവർ മോശപ്പെട്ടവരാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അവരൊക്കെ നല്ലവർ തന്നെയാണ്. അവരൊക്കെ തന്നെയാണ് നമ്മൾ ഇനിയും നേതാക്കന്മാരാക്കുക. അവരൊക്കെ കീഴിലാണ് നമ്മൾ ഇനിയും ജീവിക്കുക. അവർ തന്നെ പിന്നെയാണ് പോകരുത്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഇവിടെ ആളില്ല. അവരെ പോലത്തെ നല്ലവരില്ല. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കളെ പോലെയും സമസ്തയുടെ സാദാത്തുക്കളെ പോലെയും നല്ല മനുഷ്യന്മാർ കേരളത്തിലില്ല. പക്ഷെ ആ നന്മ നിലനിന്ന് പോകണം. ഇത്രയും ആവശ്യമുള്ള അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഉഫവ്വിളു അംരി ലിൽ ഇലാഹി, എൻ്റെ കാര്യത്തെ ഞാൻ ഇലാഹിലേക്ക് ചേർത്ത് വെക്കുന്നു. ആ ഇലാഹിനെ ഏൽപ്പിക്കുന്നു. മുഅസ്സിസൻ, ഞാൻ തന്നെ അടിത്തറയിട്ട നിലയിൽ ഷൂനി, എൻ്റെ സകല കാര്യങ്ങൾക്കും ബി ഖൈറിൽ ഖൽഖി, ഖൈറുൽ ഖൽഖായ ഹബീബായ മുഹമ്മദ് മുസ്തഫ ഖൈറ മുഅസ്സിസിൻ, അടിത്തറയിടുന്നവരിൽ ഏറ്റവും നല്ല ആളെ കൊണ്ട് അടിത്തറയിട്ടവനായ നിലയിൽ. ഫലാ തുശ്മിതൻ ബി കുല്ല ഖത്ലിൻ വലാ അറാ തഖല്ലുബ ജബ്ബാരിൻ വലാ മുതഹസ്സിസി. ഫലാ തുശ്മിതൻ, ശത്രുവെ നീ ചിരിക്കണ്ട, ബി എന്നെ കൊണ്ട്, കുല്ല ഖത്ലിൻ, എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി എന്ന് വെച്ച്. ഖത്ലാണ് ഉദ്ദേശം ഒരു വിഷമം. എനിക്ക് എന്ത് വിഷമമുണ്ടായാലും നീ എന്നെ കൊണ്ട് നീ ചിരിക്കണ്ട, ശത്രുവെ നീ ചിരിക്കേണ്ട. വലാ അറാ, എനിക്ക് അഭിപ്രായമില്ല, തഖല്ലുബ ജബ്ബാരിൻ, ഒരു അക്രമിയായ ഭരണാധികാരിക്ക് എന്തെങ്കിലും തിരിമറി നടത്താൻ കഴിയുമെന്ന് എനിക്കെതിരെ. വലാ മുതഹസ്സിസിൻ, കുറ്റം അന്വേഷിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എൻ്റെ മേൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. വലാ അറ, എന്തുകൊണ്ട്? ഞാൻ ആരുടെ അടിത്തറയിലാണ്? മുത്ത് മുഹമ്മദ് മുസ്തഫ. വലാ തുശ്മിതൻ, ശത്രുവെ നീ ചിരിക്കേണ്ട, ബി എന്നെ കൊണ്ട്, കുല്ലഖത്തിലിൻ, എനിക്ക് സംഭവിക്കുന്ന ഏതെങ്കിലും ഒരു വീഴ്ചയിൽ. എന്തെന്നാരെങ്കിലും കുറ്റം പറയുന്നുണ്ടാവും, വിമർശിക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതിനോട് ഇജ്ജ് ചിരിക്കണ്ട. എന്തുകൊണ്ട്? ഇജ്ജ് പരിധി വിട്ടാൽ നിന്നെയൊന്നും ഇവിടെ വിഷയമല്ല, നീയല്ല. വലാ അറ, ഞാൻ കാണുന്നില്ല, തഖല്ലുബ ജബ്ബാരിൻ, ഒരു നിഷ്ഠൂരനായ ഭരണാധികാരിക്കെങ്കിലും എന്തെങ്കിലും ഒരു തിരിമറി നടത്താൻ കഴിയുമെന്ന് എനിക്കെതിരെ. വലാ മുതഹസ്സിസിൻ, കുറ്റമന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്കും എനിക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ ആരുടെ അടിത്തറയിലാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മൻസൂബാണ്.
ഐനഹു, ഐനുഹു തെറ്റാണ്, ഐനഹു വലിസാനഹു വഅദ്വാഖഹു. ലിതർഹം ഗരീബൻ ഐനഹു വലിസാനഹു വഅദ്വാഖഹു യാ ഖൈറ ഗൗസിൻ വമുൻഫിസി. ലിതർഹം, ഹേ റബ്ബേ നീ കരുണ കാണിക്കണം. ഗരീബൻ, ഈ ഗരീബിന്, ഗരീബിന് അതായത് സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു വ്യക്തി, അതാണ് ഗരീബ്. ഐനഹു, അയാളുടെ തടിയെ നീ സഹായിക്കണം. വലിസാനവും, നാവിനെയും. അവിടെ തടി നടത്തം. വഅദ്വാഖഹു, അയാളുടെ അഭിരുചികളെയും നീ സഹായിക്കണം, നീ കരുണ കാണിക്കണം. യാ ഖൈറ ഗൗസിൻ വമുൻഫിസി, യാ ഖൈറ ഗൗസിൻ സഹായിക്കുന്നതിൽ അത്യുത്തമനെ, വമുൻഫിസി ആശ്വാസം നൽകുന്നവനിൽ അത്യുത്തമനെ. ഇനി ഇവിടെ രണ്ടാമത്തെ അർത്ഥം വെക്കാം. ലിതർഹം, നബിയെ അങ്ങ് റഹ്മത്ത് ചെയ്യണം. ഗരീബൻ, ഈ വിദേശിക്ക്. ഐനഹു, അയാളുടെ ശരീരത്തിനും വലിസാനവും നാവിനും വാദവാക്കോ അഭിരുചിക്കും. യാ ഖൈറ ഗൗസിൻ, ഗൗസ് സഹായിക്കുന്ന, ഗൗസ് പറഞ്ഞാൽ എന്താ? ഗൗസിലാണെന്ന് പറയും, സഹായിക്കുന്ന വ്യക്തി. ആ സഹായിക്കുന്നവരിൽ ഏറ്റവും അത്യുത്തമനായ സഹായിയെ. മുംഫിസി, ആശ്വാസം നൽകുന്നവരിൽ ഏറ്റവും ആശ്വാസം നൽകുന്നവനായ സഹായിയെ. അതാരാ? മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അള്ളാഹെന്ന് അർത്ഥം വെക്കാം, റസൂലുള്ളാഹിന്ന് അർത്ഥം വെക്കാം. അവന് ഓരോന്നും മാറ്റണമെന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ അർത്ഥം വെക്കാം. അള്ളാഹുവിൻ്റെ ഹബീബ് ഖൈറുൽ ഗൗസ് തന്നെയാണ്. എല്ലാം മഹദീൻ ഷെയ്ഖ് ഗൗസുൽ ആളമാണെങ്കിൽ ഏറ്റവും വലിയ ഗൗസായ തന്നെയാണ് ഹബീബ നബിയാണ്. അള്ളാഹു റസൂലിനെ പോലെ സഹായിക്കാൻ ആരുമില്ല. റഹ്മത്തുൽ ലിൽ ആലമീനാണ് മുഹമ്മദ് മുസ്തഫ എന്ന്. ലിതർഹം ഗരീബൻ ഐനഹു വലിസാനഹു വഅദ്വാഖഹു യാ ഖൈറ ഗൗസിൻ വമുൻഫിസി. رجوت لأني لائذ بجنابي وخفت لأعمالي مولاي قدسي. رجوت, ഞാൻ ആഗ്രഹിച്ചു, അങ്ങേ ലിഅന്നി ലായിദുൻ ബിജനാബിഹി, ആ നബിയെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ലിഅന്നി, എന്തുകൊണ്ടാണ്? ലായിദുൻ, ഞാൻ അഭയം തേടിയവനാണ്. ബിജനാബിഹി, ആ നബിയുടെ സാന്നിധ്യം കൊണ്ട്. ആ നബിയുടെ ഭാഗത്ത്, നബീൻ്റെ ചെരുവിൽ, നബിയുടെ പാർശ്വഭാഗത്തിൽ ഞാൻ അഭയം തേടിയവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലത്തോ ഇടത്തോ ഒതുങ്ങാൻ ഒരുങ്ങിയവനാണ് ഞാൻ. അത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നബിയെ ഞാൻ ആഗ്രഹിച്ചു. റജൗതു, ഞാൻ നബി ആഗ്രഹിച്ചു. എന്തുകൊണ്ട്? ഞാൻ ആഗ്രഹിക്കുന്നു, അതായത് അല്ലാഹു തആല എന്നെ രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു? ജനാബി, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പാർശ്വഭാഗത്ത് അഭയം തേടിയവനാണ്. പിന്നെ ഞാൻ എൻ്റെ അമലുകളിൽ ഏറെ ഭയപ്പെട്ടവനുമാണ്. എൻ്റെ അമലുകളിലൊന്നും എനിക്കൊരു പ്രതീക്ഷയും ഇല്ല. എൻ്റെ അമലൊക്കെ അള്ളാഹിൻ്റെ അടുത്ത് വലിച്ചിട്ടുണ്ട്. പിന്നെ ആകെ പ്രതീക്ഷ എന്താ? ഞാൻ ആരെ ഭാഗത്ത് ചാരി നിൽക്കാണ്? മുത്തുനബിയുടെ. ഔ മൗലായ, എൻ്റെ നേതാവേ ഖദ്ദിസി, നീ എന്നെ പരിശുദ്ധനാക്കണം. അവിടെ മൗലായ അള്ളാഹ് നമുക്ക്, റസൂലുള്ളാഹി നമുക്ക്. മൗലായ, എൻ്റെ നേതാവേ ഖദ്ദിസി, എന്നെ നീ പരിശുദ്ധനാക്കണം. എൻ്റെ അമലൊന്നുമല്ല, എൻ്റെ അമലുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ എനിക്കോട്ട് കഴിയില്ല ഒരിക്കലും. നമുക്ക് നിങ്ങൾ ഖൗഫ് റജാ രണ്ടും ഉണ്ടാണ്. ആ വരിയിൽ രണ്ടും ഉണ്ട്. അതൊരു സാഹിത്യമാണ്. ഖൗഫ്, റജാവ് പറഞ്ഞാൽ ഖൗഫ് പറയാം, റജാവും ഖൗഫും ഉണ്ടാവുക. അതിലേറ്റവും ഇവിടെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൽ വലുതായി നിൽക്കുന്നത് എന്താ? റജാ ആണ്. എന്തുകൊണ്ട്? റജാഇനെ ആദ്യം പറഞ്ഞു, എനിക്ക് പ്രതീക്ഷയാണ്, ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ആരിൽ? ഇന്നെ അള്ളാഹു രക്ഷപ്പെടുത്തു. എന്തുകൊണ്ട് രക്ഷപ്പെടുത്തു? ഞാൻ ആരെ ഭാഗത്ത് നിൽക്കുകയാണ്? റസൂലുള്ളാഹിന്റെ ഭാഗത്ത്. رجوت لأني لائذ بجنابه وخفت لأعمالي مولاي قدسي. رجوت, ഞാൻ ആഗ്രഹിച്ചു അള്ളാഹുവിനെ രക്ഷപ്പെടുത്തുമെന്ന്. ലിഅന്നി, എന്തുകൊണ്ടെന്നാൽ ഞാൻ ലായിദുൻ, അഭയം തേടിയവനാണ്. ബിജനാബിഹി, നബിയുടെ പാർശ്വത്തെ കൊണ്ട്. വഖിഫ്തു, ഞാൻ പേടിച്ചിട്ടുമുണ്ട്. ലി അമാലി, എൻ്റെ അമലുകളെക്കുറിച്ച്. എൻ്റെ അമലൊന്നും അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാവുന്ന അമലൊന്നും അല്ല. മൗലായ, എൻ്റെ നേതാവേ ഖദ്ദിസി, എന്നെ പരിശുദ്ധനാക്കണം. നബിയെ, പഠിച്ചവനെ, അല്ലാ, നബിയെ, അങ്ങനെയൊക്കെ അർത്ഥം വെക്കാം. രണ്ട് ആശയത്തിൽ വെച്ചാൽ മതി.
അങ്ങനെയൊക്കെ. وإني مقدام على كل مشتهى ووان عن الطاعات أفكار مفلسي. തീർച്ചയായും ഞാൻ മിഖ്ദാമുൻ ഏറെ മുന്നിടുന്നവനാണ് അലാ കുല്ലി മുസ്തഹ ആഗ്രഹിക്കപ്പെടുന്ന ഏതൊരു കാര്യത്തിൻ്റെ മേലും. ജായിസായ കാര്യം എന്നർത്ഥം, എനിക്ക് ജായിസായ കാര്യം ആസ്വദിക്കാൻ വലിയ പൂതിയാണ്. അതിനെങ്ങനെ അയിമം ജായിസായ കാര്യങ്ങളുടെ മേലെ ഏറെ മുന്നിടുന്നവനാണ് ഞാൻ. അപ്പൊ എനിക്ക് വല്ലാതൊന്നും ആരാധിക്കാൻ നേരം കിട്ടൂല. അപ്പൊ വാനിൻ ഞാൻ ദുർബലനുമാണ്. ഇനി ത്വാഅത്തി ആരാധനകളെ തൊട്ട്, അതായത് നേരം ഉൾക്കൊള്ളുന്ന നിസ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. വാനിൻ അനി ത്വാഅത്തി അഫ്ഖറ മുഫ്ലിസിൻ പാപ്പറായവരിൽ ഏറ്റവും ഫഖീർ ഞാനാണ്. മനസ്സിലായില്ല? മുഫ്ലിസ് പറഞ്ഞ പാപ്പറായവൻ. കയ്യിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സ്ഥലത്തെത്തിയപ്പോൾ ഒന്നുമില്ല. മനസ്സിലായില്ല? അപ്പൊ അവസാന കോടതി എത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആ കൂട്ടത്തിൽ ഏറ്റവും ഫക്കീർ. മനസ്സിലായില്ല? പാപ്പറായവന് പാപ്പറാകുക കാരണം എന്താ? ഒരു കോടി ഉണ്ടായിരുന്നു ഒരാൾ, ആ കോടി ഉണ്ടായിരുന്നവൻ്റെ കയ്യിൽ പിന്നെ ഒരുത്തൻ്റെ കയ്യിൽ 1,00,000 ഒരുത്തന് 50,000 ഒരുത്തനായി 25,000 ഒരുത്തന് 10,000 ഒരുത്തൻ്റെ കയ്യിൽ 5,000 ഒരുത്തന് 1,000 500 ഒരുത്തന് 100 ഒരുത്തന് ഒന്നുമില്ല. ഇവനാണ് ആര്? അഫ്ഖറ മുഫ്ലിസ്. പാപ്പറായവര് ഇവരൊക്കെ കയ്യിൽ ഒരു കാലത്ത് എന്തുണ്ടായിരുന്നു? കോടികൾ. ഇതിലേറ്റവും ഫക്കീർ ഞാനാ. ഞാൻ വലിയ നിസ്കാരം നോക്കുമ്പോൾ മറ്റും ഇതൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ അള്ളാൻ്റെ അടുത്ത് എത്തുമ്പോൾ ഫക്കീറ. പിന്നെ ആകെയുള്ള സാധ്യത എന്താ? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാർശ്വഭാഗത്തേക്ക് ചേർന്ന് നിൽക്കും. നബി എനിക്ക് നിങ്ങൾ തന്നെ ഉള്ളൂ, ഞാൻ നിങ്ങളെ പ്രശംസിച്ചുകൊണ്ടാണ് ജീവിച്ച്. അപ്പം ഞാൻ നിങ്ങളെ ഭാഗത്ത് നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ ഉള്ള ആളുമാണ്. നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവർക്കും തന്നാലും നബിൻ്റെ കയ്യിൽ സാധനം ബാക്കിയാ. അതാണ് മുഹമ്മദ് മുസ്തഫ. ഒരുത്തനെ പിടിച്ചാൽ കരുത്തനെ പിടിക്കണം എന്ന് പറയും പഴയ കാലത്ത്. അതാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലേ? ഞങ്ങളോട് പറഞ്ഞില്ലേ, ബുർദ ആകെ തപ്പിയൊക്കെയാൽ ഇതുപോലത്തെ ഒരു വരി ഉണ്ടാവില്ല. വല്ലാത്ത വരികളാണ്. ഇത്തിരി വരികൾ ഭയങ്കര ഹൃദയത്തിൽ നിന്ന് പറയാം. رجوت لأني لائذ بجنابه وخفت لأعمالي مولاي قدسي وإني مقدام على كل مشتهى ووان عن الطاعات أفكار مفلسي وليس سوى أني اضطررت بفضله معدا لهذا فاجبر الكسر وعكسي ولا تجزني يا ربي فعلي سيئا ولا حسنا بل بالجمال المقدس وليس എൻ്റെ കയ്യിലില്ല സിവ ഒന്നല്ലാതെ അന്യൽ തൊരിയത്തു ബി ഫളിഹി അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട് നിർബന്ധപൂർവം ആ ഫളിലൊക്കെ ഒട്ടാന്നല്ലാതെ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല. ഈ കാര്യത്തിന് തയ്യാറാക്കപ്പെട്ടവനായ നിലയിൽ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ അതിന് വാങ്ങാനല്ലാതെ വേറൊന്നും എൻ്റെ കയ്യിലില്ല. അള്ളാഹിൻ്റെ ഫള് ഔദാര്യം അല്ലാതെ ഒന്നുമില്ല. മുഅദ്ദൻ തയ്യാറാക്കപ്പെട്ടവനായ നിലയിൽ ഈ ഫള് ഔദാര്യം വാങ്ങിക്കൂട്ടാന്നല്ലാതെ അതിന് തയ്യാറാക്കപ്പെട്ടവനാണ്, അല്ലാതെ ചോദിച്ചു വാങ്ങാനൊന്നും എനിക്കില്ല. ഫജ്ബുരിൽ കിസ്റ എൻ്റെ പൊട്ടിനെ നീ പരിഹരിക്കണം, വഴക്കിസി എൻ്റെ മോശത്തരത്തെ നീ അടിമേൽ മറിച്ച് നന്നാക്കി തരികയും വേണം. വഴക്കിസ് അക്സാക്ക പറഞ്ഞാൽ എൻ്റെ അവസ്ഥ മോശത്തരാണ്, അതിനെ എതിരാക്കുക, അതായത് എൻ്റെ അവസ്ഥയെ നീ നന്നാക്കി തരണം. ഫജ്ബുരിൽ കിസ്റ എൻ്റെ പൊട്ടിനെ നീ പരിഹരിക്കണം. പൊട്ട് പരിഹരിക്കുക. പഴയ കാലത്തൊക്കെ ഉണ്ടല്ലോ, കിണ്ടിക്ക് ചോർച്ച പറ്റും. അപ്പോൾ എന്ത് ചെയ്യും? ചെമ്പോട്ടി തന്നെ അങ്ങാടി കൊണ്ട് കൊടുക്കും. ചെമ്പോട്ടികൾക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു പഴയ കാലത്ത്. അവരുടെ കയ്യിൽ വിളക്കണ സാധനമുണ്ട്, കിണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളെപ്പോലത്തെ അന്തംഗമ്മികളൊക്കെ വരുമ്പോൾ കിണ്ടി പോയി മൂളി എന്ന് പറയും, കിണ്ടി എന്ന് പറയും. ആ കിണ്ടിക്ക് കിനി വരുമ്പോൾ ചെമ്പോട്ടി അങ്ങാടി കൊണ്ടു കൊടുക്കും. അപ്പോൾ അവരുടെ കയ്യിൽ അരക്കുള്ള ചില സാധനങ്ങളുണ്ട്, അതിങ്ങനെ ചൂടാക്കിയിട്ട് അതാണ് കെസ്റ്, പൊട്ട് പരിഹരിക്കുക. എൻ്റെ അമലൊക്കെ ചോർന്ന് പോണ സാധനമാണ്, പക്ഷേ നബി എന്ത് ചെയ്യണം? അങ്ങനെ ഒന്ന് പരിഹരിക്കണം. വാക്കിസി റബ്ബേ ജിൻ്റെ
നീ എൻ്റെ പൊട്ടൊക്കെ പരിഹരിക്കണം, വാക്കിസി എന്നെല്ലാം എതിരാക്കി തരുകയും വേണം. എൻ്റെ ചോർന്ന് ഇച്ച് ചോരാത്താക്കി തരണം. എൻ്റെ തെറ്റ് മായ്ച്ച് നന്മയാക്കി തരണം. എൻ്റെ ചീത്തൻ്റെ അവിടെ സുന്ദരമായ കാര്യങ്ങൾ എഴുതി വെക്കണം. പിന്നെ فجب للكسر وعكسي فلا تجزني يا ربي فعلي سيئا ولا حسنا بل بالجمال المقدس الله പടച്ചോനെ ഇതൊക്കെ ആൺകുട്ടിക്ക് പറയാൻ കഴിയും. വലാത്തു ജിസ്നി, നീ എനിക്ക് പ്രതിഫലം തരരുത്. യാ റബ്ബി, റബ്ബേ, ഫിഅലിയ, എൻ്റെ കർമ്മത്തിന്, സയ്യിഅൻ വലാ ഹസനൻ, ചീത്തയാണെങ്കിലും നല്ലതാണെങ്കിലും എനിക്ക് നീ പ്രതിഫലം തരരുത്. പരിശുദ്ധമാക്കപ്പെട്ട ആഴ കൊണ്ട് മാത്രമേ എനിക്ക് നീ പ്രതിഫലം തരാവൂ. റസൂലുള്ളാഹ് എന്താ പറഞ്ഞു? എനിക്ക് നിസ്കാരത്തിന് കൂലിയുണ്ട്, നോമ്പിന് കൂലിയുണ്ട്. ഞാൻ നബിന്റെ ഒപ്പം ഒട്ടിയുള്ള കൂലി എന്നാ മതി, അതിന്റെ വളർച്ച ഉണ്ടാവും. എന്റെ ചീത്തക്കും കൂലിയുണ്ട. എന്തിനും വേണ്ട, ചീത്തക്ക് പ്രതിഫലം വേണ്ട, എന്തിനും വേണ്ട, നല്ലതിനും വേണ്ട, പിന്നെ രണ്ടിനും വേണ്ട. അപ്പൊ വിടാനും പരിപാളവാനാ, മനസ്സിലായില്ല. എന്റെ ചീത്തക്ക് പ്രതിഫലം വേണ്ട, എന്തിനും വേണ്ട, ഇവൻ നന്മയിൽ കൊടുക്കേണ്ടി വരുന്നു. അതും പടച്ചോനെ വിചാരിക്കണ്ട. യാ റബ്ബിന്റെ റബ്ബേ, ജിന്റെ ചീത്തക്കും പ്രതിഫലം തരണ്ട, നന്മയ്ക്കും തരാം, രണ്ടും കൂടി പോയിക്കോട്ടെ. ബൽബിൽ ജമാലിൽ മുഖദ്ദസി, ആ പരിശുദ്ധമാക്കപ്പെട്ട അഴകൊണ്ട് മാത്രം പ്രതിഫലം തരണം. ആഴകാര മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിന്റെ ഒപ്പം ഒട്ടികൾക്കൊരു പ്രതിഫലം ഉണ്ട്, അതെന്നാ മതി. അഴകിൻ്റെ ഒപ്പം ഒട്ടിയ അഴകുകൾക്കൊക്കെ ചെറിയ കൂലി കൊടുക്കും, അത് മതി. പറഞ്ഞു എന്താ ബളവ്, അങ്ങനെയൊക്കെ പറയാൻ കഴിയണ്ടേ? നമ്മളെ മനസ്സിൽ ഉദിക്കാത്തൊരാശയല്ലേ. നിസ്കാരത്തിന് എനിക്ക് പ്രതിഫലം വേണ്ട, ഞാൻ എൻ്റെ അടുത്ത് തെറ്റിക്കണം, അതിനും പ്രതിഫലം വേണ്ട. അതായത് നരകവും വേണ്ട, സ്വർഗം വേണ്ട, അതിൻ്റെ അമലിൻ്റെ പേരിൽ വേണ്ട. ബൽബിൽ ജമാലിൽ മുഖദ്ദസി, ആ പരിശുദ്ധമാക്കപ്പെട്ട അഴകിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഇത് കൊടുക്കുമല്ലോ, ഇത് തന്നാൽ മതി. മറ്റേ ഇത് കുറയും, മറ്റേ അമ്പാടുണ്ടോ, ഭയങ്കരമാണോ, ഭയങ്കര എന്താ അതിൻ്റെ ഒക്കെ അർത്ഥം? അത് പറയാൻ കഴിയണ്ട. അത്രയും റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ടുണ്ട്. നമ്മക്കത് പറയാൻ നമ്മൾ സ്നേഹിക്കണം. നമ്മളൊക്കെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ليس سوى أن التجرت بفضله معدا لعذاب فجبر الكسر وعكسي ولا تجزني يا ربي فعلي سيئا ولا حسنا بل بالجمال المقدس. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം, തീരൂല. വളരെ രസമുള്ളൊരു ഏരിയയാണ്, അപ്പോൾ പറഞ്ഞാലും പറഞ്ഞാൽ തീരൂല. ഒന്നും കൂടി ഫവ്വിളു മുതൽ ചൊല്ലി. فوّض أمري للإله مؤسسا شؤوني بخير الخلق خير مؤسسي ولا تشمتا بي كل قتل ولا أرى تقلب جبار ولا متحسس لترحم غريبا عينه ولسانه وأذواقه يا خير غوث ومنفسي وإني مقدام على كل مشتهى ووان عن الطاعات رجوت لأني لا إذن بجنابه وخفت لأعمالي ومولاي قدسي وإني مقدام على كل مشتهى ووان عن الطاعات أفقار مفلسي وليس سوى أني التجرت بفضله معدا لهذا فجبر الكسر وعكسي ولا تجزني يا ربي فعلي سيئا ولا حسنا بل بالجمال المقدس. ഈ ക്ലാസ് ആരും മുടക്കരുത്, ഭയങ്കര ക്ലാസ്സാണ്. മുസ്തഫ റസൂലുള്ളാഹിന്റെ നമ്മൾ അവിടെ എത്തണം. ഒന്നിനും പ്രതിഫലം വേണ്ട, എന്തിനു മാത്രം റസൂലുള്ളാഹിനെ ഞാൻ കൂട്ടി, റസൂലുള്ളാഹിന്റെ ഒപ്പം കൂട്ടി, റസൂലുള്ളാഹിന്റെ
എൻ്റെ കുടുംബത്തിലേക്ക് ചേർന്നു. സുൽത്താൻ്റെ ഭാര്യമാരെ കുറിച്ച് നല്ലത് പറഞ്ഞു, മക്കളെക്കുറിച്ച് നല്ലത് പറഞ്ഞു, പേരമക്കളെക്കുറിച്ച് നല്ലത് പറഞ്ഞു. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് തരട്ടെ. അള്ളാഹു തആല അവരൊക്കെ കൂടെ തന്നെ ലോകാവസാനം വരെ നിൽക്കാൻ അഹ്ലുസുന്നക്ക് അള്ളാഹു തആല തൗഫീക്ക് തരട്ടെ. എൻ്റെ കൂടെ അള്ളാഹു നമ്മളെ നിർത്തിത്തരട്ടെ. എല്ലാവരെയും അള്ളാഹു തആല നിർത്തിത്തരട്ടെ, സന്തോഷത്തിലാക്കി തരട്ടെ. എല്ലാ റാഹത്തിൻ്റെ വാതിലുകളും അള്ളാഹു തുറന്നേറ്റ്. ബാക്കി അടുത്ത ക്ലാസ് ഇലാ ഹളറത്ത്. നാളെ ബുധനാഴ്ച ക്ലാസ്സില്ല, ബുധനാഴ്ച ക്ലാസ്സാണ് ഇന്ന് നടത്തിയത്. ഇൻഷാ അള്ളാഹ് 27-ാം തീയതിയുടെ കാര്യം ആരും മറക്കരുത് എന്നും ഓർമ്മപ്പെടുത്തുന്നു. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാലിലെ പൊള്ളൽ ഷിഫയാകാൻ ഒന്നും ദുആ ചെയ്യാൻ ഒരു സഹോദരി സൂഫി ക്ലാസ്സിലേക്ക് 250 രൂപ. അത് പൊള്ളൽ ഷിഫയാക്കി കൊടുക്കണം റബ്ബേ. ആ പൊള്ളൽ ഷിഫയാക്കി കൊടുക്കണം റബ്ബേ. ആ പൊള്ളൽ ഷിഫയാക്കി കൊടുക്കണം റബ്ബേ. ദാറുൽ ഖുർആൻ വിദ്യാർത്ഥിയുടെ ബാപ്പ ഇന്നലെ രാത്രി ക്യാൻസർ ബാധിച്ചു മരിച്ചു. ആരാ ഏത് കുട്ടിക്ക്? ക്യാൻസർ മരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി. എവിടെ അവരുടെ വീട്? നമ്മളെ കുട്ടിയുടെ ഉപ്പ മരിച്ചു. തലശ്ശേരിയാ? നമ്മളെ കുട്ടിയുടെ ഉപ്പ മരിച്ചിട്ടുണ്ട് കേട്ടോ, ക്യാൻസർ ബാധിച്ച്. ദാറുൽ ഖുർആനിലെ കുട്ടി. എല്ലാവരും ദ്വാരക്കണേ. ആ ഉപ്പാൻ്റെ ഹളറത്തിലേക്ക്, ദാറുൽ ഖുർആനിലെ പരിശുദ്ധ ദീൻ പഠിക്കുന്ന കുട്ടിയുടെ ഉപ്പാടെ ഹളറത്തേക്ക്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ഞങ്ങൾ ഓതിയ ഫാത്തിഹകളൊക്കെ സ്വീകരിച്ച് ഞങ്ങളുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പരിശുദ്ധ ഹളറത്തിലെത്തിച്ചു കൊടുക്കണമേ റബ്ബേ. അല്ലാ ഞങ്ങൾ ഉമ്മാക്കും ബാപ്പാക്കും പുറത്തു കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവേ ഈ പറയപ്പെട്ടവർക്കൊക്കെ എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. ആ മരണപ്പെട്ടു പോയ ക്യാൻസർ ബാധിതനായി മരണപ്പെട്ടു പോയ ആ ഉപ്പാക്കും, ഞങ്ങളെ ക്ലാസ്സിലെ കുട്ടിയുടെ ഉപ്പ ക്യാൻസർ ബാധിച്ച് മരിച്ചു. ആ ഉപ്പാക്കും അള്ളാഹുവെ മഗ്ഫിറത്തിന് സബബാക്കി കൊടുക്കണമേ റബ്ബേ. അവരെ സ്വഹീഫത്തിലേക്ക് ചേർത്ത് കൊടുക്കണമേ റബ്ബേ. ആ കുട്ടിയുടെ ദീനിനോട് ബഹുമാനിച്ചിട്ടാണല്ലോ ഉപ്പാക്ക് ഞങ്ങളിത് ചെയ്തത്. അപ്പോൾ ആ കുട്ടിയുടെ ദീനിൻ്റെ കാരണം ഉപ്പയല്ലേ. ഉപ്പാക്ക് മഗ്ഫിറത്ത് കൊടുക്കണമേ റബ്ബേ. മർഹമത്ത് കൊടുക്കണമേ റബ്ബേ. ഉപ്പാക്ക് ഫിർദൗസിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണമേ റബ്ബേ. ഞങ്ങൾക്ക് എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണമേ റബ്ബേ. ഞങ്ങളുടെ സമുദായ നേതാക്കളും ആർക്കും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാനില്ലാത്ത വിധത്തിൽ ഞങ്ങളുടെ സീതന്മാരി ഞങ്ങളുടെ എല്ലാവരും നീ നന്നാക്കി തരണമേ റബ്ബേ. ഞങ്ങളൊക്കെ നീ നന്നാക്കി, ഞങ്ങളൊക്കെ ദോഷികളാണ്, നന്നാക്കി തരണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد والآل والصحابة وسلم وصل على جميع الأنبياء المرسلين الحمد لله رب العالمين. എനിക്ക് വേണ്ടിയും എൻ്റെ ഉപ്പാക്ക് വേണ്ടിയും എൻ്റെ പാവപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയും മരിച്ചുപോയ അമ്മായിമാക്ക് വേണ്ടിയും ഒക്കെ ദുആ ചെയ്യണേ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.